രാത്രിയിൽ നൈറ്റി ഇട്ട് കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ്. അത് എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ടൊരു ഡ്രസ്സാണ്. രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ ഞാനൊരു തുണിയെല്ലാം വാരി കഴുകാനായിട്ടിട്ടു. അതിനകത്ത് നിറച്ചും കറ പിടിച്ചിരുന്നു. അങ്ങനെ ആ സമയത്ത് ഹസ്ബൻഡ് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, എടി, മറ്റേ അണ്ണാച്ചി വരാൻ ചാൻസ് ഉണ്ട്, അയാൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി, അല്ലാതെ അയാളുടെ അടുത്തൊന്ന് കൂടുതൽ വിശദീകരിക്കാൻ പോകണ്ട എന്ന് മാത്രം പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ചൂടായിട്ട് ചോദിച്ചു, ഇത് എപ്പോഴാണ് ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നത്? അയാൾ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കില്ലേ, ഞാൻ എന്താ പറയണ്ടേ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ആൾക്ക് മൗനമായിരുന്നു മറുപടി. അത് വളരെയധികം ദേഷ്യം തോന്നിയിരുന്നു. 24 മണിക്കൂറും കള്ളം കുടിച്ച് അവിടെ നിന്ന് ഇവിടെ നടക്കുക, അത് മാത്രമായിരുന്നു അയാളുടെ ജോലി. മറ്റൊന്നുമില്ല, മറ്റൊരു കാര്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കുന്നില്ല എന്നെല്ലാം എനിക്ക് തോന്നിയിരുന്നു. പലിശക്കാരൻ അണ്ണാച്ചി അത്ര സ്വഭാവമൊന്നും ശരിയല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് ഇളക്കം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തുണി കഴുകാനായി കല്ലിൻ്റെ അടുത്തേക്ക് പോയി. ആ ഒരു സമയത്ത് തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു തൊട്ടപ്പുറത്തെ ലീല ചേച്ചി എന്നെ വിളിച്ചത്. മോളെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ, എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ആളെ കൊണ്ട് ഒരു ഉപകാരം ഇപ്പോൾ ഇല്ല. വീട്ടിലാണെന്നുണ്ടെങ്കിൽ കാച്ചിൻ്റെ കാര്യം വരുമ്പോൾ ആളങ്ങ് മുങ്ങിക്കളയും. പിന്നെ ഞാൻ വേണം ഡെയിലി ചെയ്യാൻ. എന്തൊരു കഷ്ടമാണ് ചേച്ചി എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. പെട്ടെന്ന് ലീല ചേച്ചിയും പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം കേട്ടോ, മറ്റേ പലിശക്കാരൻ അത്ര ശരിയൊന്നുമല്ല ആള്, നീ ഒന്ന് സൂക്ഷിച്ചേരാൻ എന്ന് അയാളെൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേട്ട സമയത്ത് തന്നെ എനിക്കും ടെൻഷൻ തോന്നി. ഞാൻ എന്തിനാ ഇയാളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്, ഇതിനൊക്കെയാണോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവിടെ ആരുമില്ലേ എന്നൊരു വിളി കേട്ടു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും അണ്ണാച്ചിയായിരുന്നു. ഞാൻ എൻ്റെ തുണികളെല്ലാം എടുത്ത് ബക്കറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചു, ആള് കാണണ്ടെന്ന് വിചാരിച്ച്. എന്നെ കണ്ടതും അയാൾ ചോദിച്ചു, പൈസ 4-5 മാസത്തെ കുടിശ്ശികയുണ്ട്, അതെല്ലാം ഇപ്പം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം 30,000-ഓളം രൂപയുണ്ട്. എടാ, ഇത് ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ വരുന്ന സമയത്ത് ഞാനത് പറയാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാളെൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ കാശ് തിരിച്ചു തരണം, അല്ല എന്നുണ്ടെങ്കിൽ വല്ല സ്വർണമോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താ ഞാൻ അതുകൊണ്ട് പൊക്കോളാം, അല്ലാതെ എല്ലാ സമയവും വന്നിട്ട് കാശില്ല, ആളില്ല എന്ന് പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് തറപ്പിച്ചുകൊണ്ട് തന്നെ അണ്ണാച്ചി എന്നോട് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഇല്ലാത്തതുകൊണ്ടല്ലേ, ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ തരുമായിരുന്നു, ഇവിടെ ഇപ്പോൾ ഇല്ല ആള്, എനിക്കറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന് എന്ന് പറഞ്ഞ സമയത്ത് അയാൾ മറ്റൊന്നും കേട്ടില്ല. നേരെ കയറിയിട്ട് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ കയറിയിരുന്നു. ആൾ വന്നിട്ട് കാശ് കൊണ്ട് ഞാൻ പോകും എന്നുള്ള മട്ടിൽ. ചേട്ടാ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അയാൾ പോകുന്ന ലക്ഷണമൊന്നുമില്ല. നേരെ കയറി സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ കുറേ സമയം അവിടെ തന്നെ നിന്നു, ആള് എന്ത് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആൾക്കൊരു കൂസലുമില്ലാതെ അങ്ങനെ ഇരിക്കുന്ന കണ്ട സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി, എന്തൊക്കെയാലും ഇനി ഇയാൾ പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. ഞാൻ ബാക്കിയുള്ള തുണിയും കാര്യങ്ങളും കൂടെ അലക്കാനായിട്ട് പോയി. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം, എനിക്ക് കാശ് തരാൻ വല്ല പ്ലാനും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനിപ്പം എന്താ ചെയ്യേണ്ടത്, ഞാനിവിടെ നിൽക്കണോ പോണോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഇപ്പോൾ എന്തൊക്കെയാലും എൻ്റെ ഈ പൈസയൊന്നുമില്ല, ചേട്ടൻ വരാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ ഒരു ദയനീയതോടെ അയാളോട് മറുപടി പറഞ്ഞു. എന്നാൽ ഇനി ചേട്ടൻ വന്നിട്ടേ ഞാൻ പോകൂ, എന്തൊക്കെയാലും എനിക്ക് കഴിക്കാനുള്ളതും കിടക്കാനുള്ളതും എല്ലാം നിങ്ങൾ തരണം, ഞാനിവിടെ കിടക്കുകയാണ്, ഇവിടെ തന്നെ നിൽക്കുകയാണ്, ആൾ വരാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അയാൾ വീട്ടിൽ കയറി. വീട്ടിലേക്ക് കയറി അവിടെ ഇരുന്നു. എനിക്ക് ഉച്ച സമയം ഭക്ഷണം വേണം.
കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, ഇതൊക്കെ എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ മുറിയിലേക്ക് കയറി. അവിടെ എല്ലാം കിടക്കുന്ന സമയത്ത് തന്നെ അയാൾ അവിടേക്ക് കയറിയിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെന്ന് അയാളോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയേ, അല്ലെങ്കിൽ അറിയാലോ, ഇത് നിങ്ങൾക്ക് പൈസ തരാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ തരും. ഇത് അല്ലാതെ അതിക്രമിച്ച് വീട്ടിൽ കയറുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല. പെട്ടെന്ന് അയാളും ചൂടായി, എനിക്ക് പോകാൻ പറ്റില്ല മാഡം, ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിനെ വിളിക്കും, എന്തൊക്കെയാലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അയാളുടെ അടുത്ത് പറഞ്ഞു, ഇല്ല, എന്തൊക്കെയാലും എനിക്ക് പൈസ കിട്ടാതെ പോകാൻ പറ്റില്ല എന്ന് തീർത്ത മറുപടിയോടെ അയാൾ എൻ്റെ ബെഡിലേക്ക് കയറി അവിടെ കിടന്ന് പുതപ്പെടുത്ത് പതിച്ചു മുടിയാൻ കിടന്നു. ചേടാ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. ഞാനൊന്ന് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കമുണ്ട്, അത് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ എനിക്ക് കഴിക്കാനുള്ളതും കിട്ടണം, പിന്നെ നൈറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെ അത് ഞാൻ കഴിച്ചോളാം, എന്തൊക്കെയായാലും എനിക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഉച്ചയായ സമയത്ത് ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുത്തു. ഉള്ള കറിയും വെച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ കറിയൊന്നും ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കറികളാണോ ഇവിടെ കൂട്ടാറ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് അയാളോട് ഞാൻ പറഞ്ഞു. അയാളൊരു ദേഷ്യപ്പെട്ട ഭാവത്തോടെ അത് മുഴുവൻ കഴിച്ചു. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിനി കിടക്കണം, എനിക്ക് നല്ലൊരു കിടക്ക വിരിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനിങ്ങനെ പരിഭ്രാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ടൈമിൽ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്നാവട്ടെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനവിടെ അയാൾക്ക് വേണ്ടി കിടക്ക വിരിച്ചു കൊടുത്തു തലയണ 2 സൈഡിലും വെച്ചു. അങ്ങനെ കിടക്കുന്ന അയാൾ നേരെ കയറി കിടന്നു. ആ സമയത്ത് തന്നെ ഞാൻ പോകുമ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വന്നേ കൊച്ചേ, ദേ ഈ വിശറിയുടെ തന്നെ ഒന്ന് വീശി തന്നെ, നല്ല ചൂട്, ഫാനിൻ്റെ ആ ഒരു തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉറക്കാൻ പറ്റില്ല, വിശറിയുടെ ചൂട് ഇത് തന്നെ വേണം, തണുപ്പ് തന്നെ വേണം എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബെഡിലിരുന്ന് വിശറിയിട്ട് വീശി കൊടുത്തു. അയാൾ ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു, എന്ത് ഗതിയാണിത്, ഇത് ആരോ ഒരു മനുഷ്യൻ അയാളത് ആ വീട്ടിൽ കയറി കിടക്കുന്നു എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കുറേ ടൈം കഴിഞ്ഞ് 4 മണി 5 മണിയായപ്പോൾ അയാൾ പിന്നെയും വന്നു. എനിക്കൊരു ചായ വേണമല്ലോ, ചായ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ചായ ഇട്ട് അയാൾക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുത്തു. ചായ കുടിച്ച് അയാൾ പൂമുഖത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏകദേശം ഒരു 7 മണിയായി കാണും, എനിക്കൊന്ന് കുളിക്കണം, എവിടെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചൂണ്ടിക്കാണിച്ചു. എല്ലാം ഒന്ന് എടുത്തു വെക്കൂ, തോർത്ത്, പിന്നെ എനിക്ക് സോപ്പ് സ്പെഷ്യലായിട്ട് വേണം, തോർത്തും ഒന്ന് മേടിച്ചു, പിന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ അത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ അടുത്തൊന്ന് കൽപ്പിച്ചു. പെട്ടെന്ന് ഞാൻ എണ്ണയെടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്ത സമയത്ത് ഇതെന്താണ്? ഞാൻ പറഞ്ഞു, എണ്ണ എന്തിന് ഇത്രയും കൂടെ എനിക്ക്? കുറച്ച് അത് കയ്യിലെടുക്ക്, എന്നിട്ട് തലയിലോട്ട് തേച്ചു എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഞാനും വിചാരിച്ചു, ഇതെന്താണ്, ഇതൊക്കെ എൻ്റെ ജോലിയാണ് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്നാവട്ടെ, ഒന്നെങ്കിൽ പൈസ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും, പൈസ കിട്ടുന്നവരെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, എൻ്റെ പൈസ വാങ്ങിച്ചാലേ ഓരോ ദിവസം പലിശ കൂടിക്കൊണ്ടിരിക്കുക എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ ഒരു എണ്ണ അയാൾക്ക് തേച്ച് കൊടുത്തു. അയാൾ അതും തേച്ച് കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. ശേഷം വീണ്ടും സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ചെറിയ മുറുക്കാനെടുത്ത് അത് ചവയ്ക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ആഘോഷിച്ച് അയാൾ ഇരിക്കുകയാണ്. സമയം അപ്പോൾ രാത്രിയിലേക്ക് അടുക്കുകയായിരുന്നു. അയാളാണെങ്കിൽ ചേട്ടനെ പ്രതീക്ഷിച്ചവിടെ ഇരിക്കുകയാണ്. ഇതുവരെയും അങ്ങനെ ഒരാൾ വന്നിട്ടേയില്ല. ഇന്നിനി വരുമോയെന്നോ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ
ഇരുട്ടത്തുനിന്ന് ആടി ആടി വരുന്നുണ്ട്. ആൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ആ വരവ് കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി അതങ്ങേര് തന്നെയാണെന്ന്. ആ സമയത്ത് എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും നല്ലപോലെ കുടിച്ച് ലക്ക് കിട്ടിയിട്ടാണ് വരുന്നത്. ഈ വരവ് വന്നിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? അവിടെ കാശ് വല്ലതും ഉണ്ടോ എന്നും ചോദിക്കാനും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കുടിച്ച് കിട്ട് ലെവല് കിട്ട് അയാൾ വന്ന് പൂമുഖത്തേക്ക് വന്ന് വീണു. ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ അണ്ണാച്ചിയോട് പറഞ്ഞു, ഇവിടെ എല്ലാ കാര്യങ്ങളും കാശും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നിങ്ങൾ നാളെ പോരെ, ഇപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ആളുടെ കയ്യിൽ എന്ന് അണ്ണാച്ചിയോട് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അണ്ണാച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് അങ്ങനെ നടക്കില്ല, എനിക്ക് കാശിപ്പം തന്നെ വേണം, അല്ലാതെ ഞാൻ പോവില്ല എന്ന് അയാൾ തിരിച്ച് മറുപടി പറഞ്ഞു. ഇന്ന് തരാൻ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കുള്ള കിടക്കയും കാര്യങ്ങളും വിരിച്ചോളൂ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ആളിവിടെ കിടക്കല്ലേ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്കിപ്പം കിടന്നുറങ്ങാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കണം. പിന്നെ എനിക്ക് രാത്രിയിൽ ഒന്ന് കുഴമ്പ് തേക്കണം, ആരെങ്കിലും ഒന്ന് തേച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ പോകുമെന്ന് വിചാരിക്കണ്ട, ഇന്ന് ഞാൻ ഇവിടെ തന്നെയാണ്. അയാൾ കാശ് തരുന്ന വരെ എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്, എൻ്റെ പൈസയാണ്, എനിക്കൊരിക്കലും പോകാൻ കഴിയില്ല എന്ന് തറപ്പിച്ചുകൊണ്ട് തന്നെ അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. ആ സമയത്ത് ഞാൻ ലീല ചേച്ചി പറഞ്ഞത് ഓർക്കുന്നു. അയാളുടെ സ്വഭാവവും കാര്യങ്ങളും ഒന്നും ശരിയല്ല, എന്തൊരു മനുഷ്യനാണ് അയാൾ. അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ആ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനങ്ങനെ നിന്നു. അയാൾ പറഞ്ഞു, കിടക്ക് വിരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് പോയി അയാൾക്ക് വേണ്ടി വീണ്ടും കിടക്ക് വിരിച്ചു. ഇനി എന്താണ് എന്നറിയാതെ ഞാനങ്ങനെ നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ ഉണ്ടാവും. അപ്പം കഥ കേട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.